അങ്ങനെ 2025 ഒക്കെ ആയി. ജാനുവരി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫെബ്രുവരിയും കഴിയാനായി. ജാനുവരി സത്യം പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റിയൊരു മന്തായിരുന്നു. പിന്നെ ഫെബ്രുവരി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു മടി പിടിച്ചൊരു മന്തായിട്ട് പറയാം. പക്ഷേ ഒരു ലോഡ് പഠിക്കാനുള്ളത് കൊണ്ട് എനിക്ക് മടി പിടിച്ചിരുന്നാലും ശരിയാവില്ലേ, പ്രൊഡക്റ്റീവ് തന്നെയാവണം. സോ മിക്ക ആൾക്കാരിലും ഈ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ജേർണൽ ചെയ്യണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അത് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് റെഡി ആവില്ല എന്ന് പറഞ്ഞൊരു ഫീലാണ്. അതായത് എന്നും എനിക്ക് ജേർണൽ ചെയ്തിൽ നടക്കണമെന്നില്ല. ഞാനിപ്പോൾ ഫെബ്രുവരിയിൽ ഒരു 1 വീക്ക് എഴുതി, പിന്നെ ഞാനിപ്പോൾ അതാ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുതുന്നത്. അതായത് ഞാൻ 7 വരെ എഴുതി, പിന്നെ ഞാനൊരു എഴുതി എഴുതിയിട്ടില്ല. പിന്നെ ഞാൻ എഴുതണത് 13th കണ്ടാണ്. കാരണം അത്രയും ദിവസം എൻ്റെ ലൈഫ് ഒരേ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണ്. കാരണം മെയിനായിട്ട് പഠിക്കുക എന്നുള്ളൊരു ഇതന്നെയല്ലേ. പിന്നെ അന്നത്തെ ദിവസം സ്പെഷ്യലായിട്ട് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഞാനൊരു വിഷൊക്കെ പോലെ എഴുതി, പിന്നെ ഞാൻ അന്ന് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡെയിലി പ്ലാനറൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ജേർണൽ ക്ലോസ് ചെയ്തത്. അങ്ങനെ ജേർണലിങ്ങിൻ്റെ ഡെയിലി പ്ലാനറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ പഠിക്കുക എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ് പഠിക്കാൻ തന്നെ പോയി. ഞാൻ വീണ്ടും എന്തിനാണ് ജേർണൽ എടുത്തിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 12th ഒരു പ്ലാനർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 14th മുതൽ എനിക്ക് ബയോളജി റിവിഷൻ ചെയ്യാന്നുള്ളത്. കാരണം ഇതൊക്കെ ഞാൻ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ബയോളജിയാണ് നീറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ബയോളജിക്ക് അത്രയും പ്രയോറിറ്റി കൊടുത്തേ പറ്റും. ഫസ്റ്റ് ഇയറിലത്തെ പോർഷൻസ് ഞാൻ സെക്കൻഡ് ടൈമായിരിക്കും റിവൈസ് ചെയ്യുന്നുണ്ടാവുക. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരൊറ്റ ടൈമേ പഠിക്കുള്ളൂ. എന്നിട്ട് ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ എക്സാം ഹാളിൽ പോയിട്ട് എക്സാം എഴുതി. എന്നാലും എനിക്ക് അത്യാവശ്യത്തിൽ മാർക്ക് കിട്ടും. പക്ഷേ എനിക്കെന്താണെന്ന് അറിയില്ല, ഇപ്പം എൻ്റെ ആ ഒരു കോൺഫിഡൻസൊക്കെ എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ 8th പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. എനിക്ക് ഇന്ന ആളെ തോൽപ്പിക്കണം, ഇന്ന ആളെ കാട്ടി മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ, അത് ആ സെയിം ആൾക്ക് ഇന്നോടും ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാൻ എന്ത് ചെയ്യും, നന്നായി പഠിക്കാൻ തുടങ്ങും. മിഡ് ടേം എക്സാമൊക്കെ ആയിരിക്കും, ഫൈനലാവുമല്ലോ, എന്നാലും മിഡ് ടേമാണ്, നന്നായിട്ട് മാർക്ക് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ടെറസിൻ്റെ മേലെ പോയിട്ട് പഠിക്കും. നട്ടുച്ച വെയിലത്താണെങ്കിലും ഞാൻ പോയി പഠിച്ചിരുന്നൊരു സമയമുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണോ എന്നുള്ളൊരു ഒരിത്. പിന്നെ ഞാൻ ഒരു സ്പിരിറ്റ് എനിക്ക് വരുന്നൊന്നൊക്കെ തോന്നണില്ല. നട്ടുച്ച വെയിലത്തൊന്നും പോയി എന്തായാലും ഞാൻ പഠിക്കില്ല. നമ്മളിങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ട് റൂമിലിരുന്ന് പഠിക്കും. പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഞാൻ ടെറസിൻ്റെ മേലെ പോയി പഠിക്കലുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കണ ഇഷ്ടമൊന്നുമില്ല. എനിക്കിങ്ങനെ ലൊക്കേഷൻ ഇങ്ങനെ മാറി മാറി പഠിക്കണതാണ് ഇഷ്ടം. അങ്ങനെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ബയോളജിയിൽ ഞാൻ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിക്കാണ്ടിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുഞ്ഞി ചാപ്റ്ററാണ്. എൻ്റെ ഒരു ഇതിൽ ഞാനൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ല ബ്രേക്ക് എടുക്കും. അതുകൊണ്ട് ഞാൻ ആ ചെറിയ ചാപ്റ്റർ എടുത്തിട്ട് കുറേ ബ്രേക്ക് എടുക്കണത് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ ചാപ്റ്റർ എടുത്തത്. അങ്ങനെ എന്താ കുറച്ച് നേരം ബ്രേക്കൊക്കെ എടുത്തിട്ട് ഞാനൊരു സോൻ പപ്പടി ഉണ്ടായിരുന്നു വീട്ടിൽ, അങ്ങനെ അതൊക്കെ കഴിച്ചു. കൂടെ ആസ് യൂഷ്വൽ ഞാനൊരു MSA വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട്. MSA വാസ് ഗുഡ്, പക്ഷേ ആ സോൻ പപ്പടി ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ കാണുമ്പോൾ എന്തെങ്കിലും തിന്നണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3 എണ്ണം കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് ഉമ്മ കടയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെയല്ലേ ഞാനും പോയി. കാരണം ഞാൻ വീട്ടിലൊറ്റക്കാണേ. എനിക്ക് വീട്ടിലൊറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ചില നേരത്തൊരു പേടി വരും. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ചില നേരത്തൊരു പേടി, ആരെങ്കിലും വന്നാലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മട പിന്നാലെ പോവും. അങ്ങനെ ഇതാ അടുത്തേക്കാണെന്ന് ചോദിച്ചാൽ അടുത്തേക്ക് തന്നെയാണ് ഷോപ്പ് ചെയ്യാൻ പോണത്. പക്ഷേ എന്നാലും എന്താ, നമ്മൾ സ്കിൻ കെയറും മറക്കരുതല്ലോ. കാരണം വെയിലത്തേക്കാണ് പോണത്, സൺസ്ക്രീൻ എന്തായാലും ഇടണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഐലൈനറും ബ്ലഷും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും, അതുമാത്രം മതി. അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഷോ ഒക്കെ ഇറക്കിയിട്ട് ഞാൻ പിന്നെ മനീത്ത് ജയൻ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയി. ഫസ്റ്റ് ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഈ തേൻ മുട്ടായില്ലേ, അതൊരു 4 പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ ചോക്ലേറ്റ്സും നബാട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ വാങ്ങിയില്ല. പിന്നെ എനിക്ക് ഈ മിച്ചർ എന്താണെന്നറിയില്ല, ഞാൻ ഈ മിച്ചറിൻ്റെ ഭയങ്കര വലിയൊരു ഫാനാണ്. വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂവീസ് ഇരുന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന് തിന്നാം. പിന്നെ എൻ്റെ കണ്ണുകൾ ഇങ്ങോട്ടേക്കാണ് പോയത്, പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല.
അത് കഴിഞ്ഞ് എൻ്റെ കണ്ണുകൾ പോയത് ഇവിടേക്കാണ്. ആ ടൈമാണെങ്കിൽ വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ കുറേയൊക്കെ കാണാം. നമുക്കൊന്നും പിന്നെ ആരും വാങ്ങിത്തരാനില്ലാത്തതുകൊണ്ട് ഞാൻ 2 ഡയറി മിൽക്ക് ഉമ്മാനെ കൊണ്ട് മേടിപ്പിച്ച്. അങ്ങനത്തെ അവിടുത്തെ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു സ്റ്റേഷനറി കടയിൽ പോയി. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയുള്ളതാണ് ഈ സ്റ്റേഷനറി കട. എൻ്റെ അറിവിൽ ഞാൻ എൻ്റെ എല്ലാ സ്കൂൾ ഇയറിനും ബാഗ് മേടിക്കലുള്ളതും ബോക്സ് മേടിക്കലുള്ളതും നോട്ട്ബുക്കൊക്കെ മേടിച്ചിരുന്നത് ആ സ്റ്റേഷനറി കടയിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് എന്താ സോപ്പ് ബോക്സോ അങ്ങനെ എന്തോ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഇതും അതുപോലെ തന്നെ ഒരു മാറ്റമില്ല. അന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ചെറിയ അല്ലറ ചില്ലറ മാറ്റം അല്ലാണ്ട് വേറൊരു മാറ്റവും ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എൻ്റെ നാട്ടിൽ 2ാമത് വന്ന ഒരു കഫേ ആയിരിക്കും ഇതിപ്പോൾ വന്നിട്ട് 1 വർഷമായെങ്കിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പം ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായതാണ് ഇതുവരെ അവിടെ നിന്ന് കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ഒരു അവക്കാഡോവും പിന്നെ ഒരു ചിക്കു ജ്യൂസും കുടിച്ച് വലിയ കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അത് റിട്ടേൺ വീട്ടിലെത്തി. നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. വന്നപാടെ ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫേസ് പാക്ക് ഇടാൻ വിചാരിച്ചു. ഇത് ഓറഞ്ചിൻ്റെ പൊടി കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചതല്ല, ഉമ്മ ഉണ്ടാക്കിയതാണ് വീട്ടിൽ. കടയിൽ നിന്ന് ഓറഞ്ച് മേടിച്ച് അതിൻ്റെ തൊലി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അതിൽ പിന്നെ കുറച്ച് തൈര് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഫ്രഷ് ആവാൻ പോയി. ഹലോ ജി, ദിസ് ഇസ് ഐഷ. സോ ഇന്ന് സാധാരണ ഞാൻ ചെയ്യാത്തൊരു ടൈപ്പ് വീഡിയോ ആണ് അൺബോക്സിങ്. സോ ഇന്ന് ഞാൻ കുറച്ചധികം സാധനങ്ങൾ പേർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ആൻ അൺബോക്സിങ് വീഡിയോ. ഫസ്റ്റ് ഇത് ഒരു പോൺസിൻ്റെ 2 BB ക്രീമും പിന്നെ ഒരു ഫേഷ്യൽ റൈസറും മാസിൻ്റെ 2 ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ബ്ലഷ്, സൺസ്ക്രീൻ. ഞാനിപ്പോൾ ന്യൂട്രീജനയുടെ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യാറുള്ളൂ. ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ ഇത്ര കാലം വരെ തോന്നിയിട്ടില്ല. ഇത്ര മീൻസ് ന്യൂട്രീജനയുടെ 2nd പാക്ക്. പിന്നെ സെറ്റഫിൻ്റെ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഡോട്ട് ആൻഡ് കിയുടെ ഒരു ക്ലെൻസറും. ഇതും 2nd പാക്കാണ്. ഇത് ഓൾറെഡി ഞാൻ മറ്റൊരു കഴിക്കണം. ഇത് ഫ്രീ ആട്ടോ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എനിക്കിത് മാത്രം ഫ്രീ കിട്ടുള്ളൂ. പിന്നെ ഇതൊരു മസ്കാരൻ്റെ കാര്യം മസ്കാര ഇല്ല. സോ ഐ തോട്ട് ഓഫ് ബൈ ഇറ്റ്. ആൻഡ് ഇത് ഇപ്പോൾ റീൽസിലൊക്കെ കാണാം ഈ ഒരു ലിപ് ബാം ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അറിയില്ല. നോക്കട്ടെ, ഈ ഒരു സെറ്റാഫിൻ്റെ നൈറ്റ് ക്രീം മേടിച്ചിട്ടുണ്ട്. ബ്രൈറ്റനിങ്ങിൻ്റെ ഒരു നൈറ്റ് ക്രീം, ഒരു സെറ്റാഫിൻ്റെ ജെൻറ്റിൽ ക്രീംസ്. സോറി ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റേതായ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ കുറേ വിചാരിച്ച് വീഡിയോ എടുക്കണോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും എടുക്കാമെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് കൊറിയർ കിട്ടിയിട്ടുള്ളത്. സോ ആ ടൈമിൽ ഞാൻ നല്ല മാറ്റിയിരിക്കണോണ്ട് ഐ തോട്ട് ഓഫ് ഡൂയിങ് അൺബോക്സിങ് വീഡിയോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഇങ്ങനെ വിചാരിക്കണു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. എനിക്ക് അതിൻ്റെ ഒരു ധൈര്യം കിട്ടണില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊക്കെ തന്നെയല്ലേ ചെയ്യാമെന്ന്. സോ ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എവിടെ നിന്നാണ് ഇത്രയും പ്രൊഡക്ട്സൊക്കെ മേടിക്കാനുള്ള കാശെന്ന്. സംഭവം ഇപ്പം എല്ലാവരും പറയണ പോലെ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് ഈ കാശ് ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. കാരണം ഇതൊന്നും എൻ്റെതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊന്നും എൻ്റെതല്ല. കാരണം ഇതൊക്കെ എനിക്ക് അബുദാബിക്ക് അയക്കാനുള്ളതാണ്. എൻ്റെ ഒരു ദീദിയുണ്ട്, ആൾ അബുദാബിയിലാണ്. അപ്പോൾ അവിടെ ഈ സെറ്റഫിലുള്ള പ്രൊഡക്ട്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ നാട്ടിൽ കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. പിന്നെ നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓഫേഴ്സും ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്താ ഞാൻ ഓർഡർ ചെയ്തു, റിസീവ് ചെയ്തു. ഇപ്പോൾ അതാ കംപ്ലീറ്റ് ഇരുന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത കൺഫ്യൂഷൻ ആയിരുന്നു ഏത് ബോക്സിലാണ് ഇടുക എന്നുള്ളത്. ആ വലിയ ബോക്സ് പിന്നെ ഞാൻ മാറ്റിയിട്ട് നമ്മൾ മുന്നേ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് ബോക്സസ് ഉണ്ടാവുമല്ലോ, അതിലേതെങ്കിലും സെലക്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ 2 നൈക്കയുടെ ബോക്സ് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ കംപ്ലീറ്റ്ലി ഇതിന് സാധനങ്ങളൊക്കെ വെച്ച് ഓരോന്നോരോന്നായിട്ട് വെച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിൽ സ്പേസ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആ സെറ്റഫിലിൻ്റെ ബേബി ക്രീം ഉണ്ടല്ലോ അത് മാത്രമായിട്ട് വേറൊരു ബോക്സിലാക്കി.
അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം അതാ എഗെയിൻ പഠിക്കാൻ പോവാണ്. അന്നത്തെ ദിവസം എനിക്ക് 3 ചാപ്റ്ററാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഒരു ചാപ്റ്റർ നേരത്തെ ഞാൻ തീർത്തല്ലോ, ഇപ്പം ഇനി 2 ചാപ്റ്ററും കൂടി തീർക്കാണ്ട്. അങ്ങനെ അതിലത്തെ സെക്കൻഡ് ചാപ്റ്ററാണ് ഞാനിപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. പ്ലാൻ കിൻഡം എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇയറിലത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനാകെ 10 മിനിറ്റ് മാത്രം ബ്രേക്ക് എടുത്തിട്ടുണ്ടാവുള്ളൂ. കാരണം ഇനിയും ഞാൻ കുറേ നേരം ബ്രേക്ക് എടുത്തിട്ട് 3ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ ആ ചാപ്റ്റർ പഠിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കി ഈ ചാപ്റ്റർ കഴിഞ്ഞല്ലോ എന്ന്. ഇന്നത്തെ കഴിഞ്ഞ് പിന്നെ നാളെയല്ലേ, അപ്പോൾ പിന്നെ ഇന്നങ്ങോട്ട് തീർത്താൽ പിന്നെ വേഗം തീർന്ന് ഇന്നത്തെയും കൂടി നാളേക്ക് ആക്കണ്ടല്ലോ എന്നുള്ള ഒരു ഇതൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ എന്തായാലും കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ച്. ഈ ചാപ്റ്ററിൽ കുറച്ച് ഇടങ്ങറ് പിടിച്ചൊരു കാര്യമാണ് ഈ ഗാമറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ്, അങ്ങനെയുള്ള ഈ ലൈഫ് സൈക്കിളിൻ്റെ ഒരു സാധനമൊക്കെ. ഈ ചാപ്റ്റർ ഞാൻ അന്ന് പഠിക്കുമ്പോൾ എഴുതിയിട്ടുള്ളതാട്ടോ ഈ പേപ്പറിൽ. സംഭവം എനിക്ക് അന്നൊന്നും മനസ്സിലാവാണ്ടാണ് യൂട്യൂബ് ക്ലാസ് കേട്ടിട്ട് എഴുതിയത്. ഇപ്പോഴും കുറച്ച് ഓക്കെയാണ്, പക്ഷെ എന്നാലും കുറച്ച് കൺഫ്യൂഷൻസ് തരുന്നൊരു പാർട്ടാണിത്. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞില്ലേ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ചാപ്റ്റർ തന്നെ പഠിക്കാൻ പോയിന്ന്. അപ്പോൾ ഞാൻ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആനിമൽ കിങ്ഡം പഠിക്കാൻ പോയി. ഈ ചാപ്റ്റർ ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നതായിട്ട് കൂടുതൽ ഞാൻ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ടില്ലേ അത് നോക്കിയിട്ടാണ് പഠിച്ചത്. കാരണം ഈ ചാപ്റ്ററിൽ കുറേ പേരുകൾ പഠിക്കാനുണ്ട്, വായ കൊള്ളാത്ത കുറേ പേരുണ്ട്. ആ പേരൊക്കെ ഞാൻ എക്സ്ട്രാ ഒരു നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ നോട്ട്ബുക്കാണ് ഇത്. ഈ ചാപ്റ്റർ എടുത്തപ്പോഴും നേരത്തെ പറഞ്ഞ സ്പോറോഫൈറ്റും ഗാമറ്റോഫൈറ്റും ഈ നോട്ടിലും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ +2 പഠിക്കുമ്പോൾ എഴുതിയിട്ടുള്ള കുറച്ച് ഷോർട്ട് നോട്ട്സാണ് പിന്നെ എനിക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ച ചാപ്റ്റർ ഞാൻ നോട്ട് സൈഡിൻ്റെ ബാക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് നോക്കി പഠിച്ച്. ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുകയാണെങ്കിൽ കുറേ പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫിൽ വായ കൊള്ളാത്ത പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാനൊരു ഷോർട്ട് നോട്ടാക്കി എഴുതിയിട്ടുള്ളതാണത്. അതാകുമ്പോൾ പിന്നെ എളുപ്പമാണ്. ഇത് പഠിച്ചിട്ട് പിന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. എൻ്റെ ഒരു ഇതിൽ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 2 ടോപ്പിക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ 2 ടോപ്പിക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് പിന്നെ പഠിച്ചത്. അതാകെ 2 പേജേ ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങനെ വേഗം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സമ്മറി കുറച്ച് വായിച്ച് പിന്നെ അന്നത്തെ പഠിപ്പ് കഴിഞ്ഞ്. പിന്നെ നമ്മൾ ഫെബ്രുവരി പ്ലാനറിൽ ബയോളജിയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്, അത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാനത് ടിക്ക് ചെയ്യാൻ പോയി. ആ ടിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനമല്ലോ, 14ാം തീയതി പഠിച്ച് തീർക്കാനുള്ളത് 13ാം തീയതി തന്നെ തീർത്തെന്നാലോചിച്ച് എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും നൈറ്റ് 7, 8 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല് വിചാരിച്ചിട്ട് ചോറ് കഴിക്കുന്നതിന് പുറമെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ സ്പെഷ്യലായിട്ട്. അന്ന് വീട്ടിൽ ബണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നാൽ മെയിനായിട്ട് കാണുക ഈ കുക്കിംഗ് റീൽസൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൽ സേവ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു ചീസ് ബൺ റെസിപ്പി. എനിക്ക് സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് വീണ്ടും ട്രൈ ചെയ്യണം വിചാരിക്കുന്നുണ്ട്.